ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് ബോഹോ ആർട്ടാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പെയിൻറ്റിങ്ങേ പൊതുവേ ഞാൻ ചെയ്യുന്നത് കുറവാണ്. എനിക്ക് അത്ര അറിവില്ലാത്തൊരു കാര്യമാണ് ഈ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഉള്ളത്. പക്ഷേ എനിക്കിപ്പോൾ ഫ്രീ ടൈം ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ പേസ്റ്റൽ കളേഴ്സ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഈ പേപ്പറിൻ്റെ പേര് എനിക്കറിയില്ല. A4 ഷീറ്റ് അല്ല കേട്ടോ, അത് ചാർട്ടും അല്ല. പക്ഷേ എന്താണെന്ന് അന്ന് പേരെനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ അവരുടെ അടുത്ത് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചപ്പോൾ ഇതാണ് അവർ തന്നത്. ക്യാൻവാസാണ് ആദ്യം കാണിച്ചത്. പക്ഷേ ക്യാൻവാസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റും ഉണ്ട്. അത് നന്നായി വരയ്ക്കുന്ന ആൾക്കാർക്കാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എനിക്കിങ്ങനെയല്ല, കുറേ മിസ്റ്റേക്സ് വരും. ട്രൈ ചെയ്തിട്ട് ഒരെണ്ണം കിട്ടുള്ളൂ. അപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞാൽ മുതലാവാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പേപ്പർ മേടിച്ചത്. ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. 3 രൂപയുള്ള ഒരു പേപ്പറിൽ. അപ്പോൾ ഒരു 5 എണ്ണം ഇപ്പോൾ ഞാൻ തൽക്കാലം മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലാവുമോ എന്ന് ഒരു പേടിയിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടേ ഇല്ല കേട്ടോ. അത് ഞാൻ ഇടയ്ക്ക് തിരിച്ച് നോക്കിയത്. ഇതിൻ്റെ മഷിയൊന്നും ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ പെയിൻ്റൊന്നും ആവുന്നില്ല. അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയുണ്ട്. അപ്പോൾ ഞാൻ ഉള്ള ഒരു 6 കളറാണ് ഈ സെറ്റിൽ വരുന്നത്. ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു 3-4 കളേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം ആദ്യമായിട്ടായതുകൊണ്ട് ഇതിൽ എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഡിസൈനുകളാണ് ഇതൊക്കെ. പിന്നെ എത്രത്തോളം ഭംഗിയായി വന്നു എന്ന് അറിയാൻ പറ്റില്ല, ആദ്യമായിട്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡ് ഞാൻ യെല്ലോ ആണ് കൊടുക്കുന്നത്. ഈ യെല്ലോ ഈ ക്യാമറയിൽ കാണുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്യാണ്. പക്ഷേ ശരിക്കും അതൊരു പേസ്റ്റൽ യെല്ലോ തന്നെയാണ്. അതിൻ്റെ കൂടെ മാച്ചായിട്ട് പോകുന്നൊരു കളർ തന്നെയാണ്. ഡള്ളായിട്ട് തന്നെയുള്ള കളർ തന്നെയാണ്. എന്നിട്ട് ഇതിൽ സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഇലയോ അല്ലെങ്കിൽ പൂവോ വരയ്ക്കുന്നതാണ് ബ്ലാക്ക് കളറിൽ. അത് പെയിൻറ്റ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കാറ്. പക്ഷേ എനിക്കത് അത്ര കോൺഫിഡൻസ് ഇല്ല. ഇതിനിപ്പോൾ ഡിസൈനൊന്നും വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ നേരിട്ട് പെയിൻറ്റ് ബ്രഷിൽ വരച്ചത്. പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കണത്. അതാകുമ്പോൾ കുറച്ച് പിടുത്തം കയ്യിലുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാവൻഡർ ഒന്നും കൂടി കൊടുത്തത് കേട്ടോ. ഇല്ലെങ്കിൽ ഭയങ്കര വൈറ്റായിട്ട് ഫീൽ ചെയ്യണം. അപ്പോൾ ഇതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം ഭംഗിയായെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ബിഗ് ബോസിൽ ആ മേക്കപ്പ് റൂമിൽ എഴുതിയിട്ടില്ലേ, കാണുന്നവൻ്റെ കണ്ണിലാണ് സൗന്ദര്യം, അതുപോലെ ഭംഗിയുണ്ടെന്ന് എനിക്ക് കണ്ടപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല ഫൈനൽ റിസൾട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, അതുപോലെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ കമൻറ്റ്സ്. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.